പാരാസെയിലിംഗ്. പക്ഷികളെ പോലെ പറക്കാൻ ആഗ്രഹമുള്ള മനുഷ്യരാണല്ലോ എല്ലാവരും. അതിന് പറ്റിയ സൗകര്യമുണ്ടെങ്കിൽ ആളുകൾക്ക് അത് വന്ന് കൂടാനും കഴിയും. ഒരു ജീപ്പിൽ കെട്ടിയിരിക്കുന്ന പാരച്യൂട്ടിൽ ഉള്ള കയറിൽ തൂങ്ങി ഒരു മനുഷ്യന് പക്ഷിയെപ്പോലെ ആകാശത്തോടെ പറന്ന് നടക്കാം. അനുകൂലമായ കാറ്റും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇത് നടത്താവുന്നതാണ്. കേരളത്തിലെ മിക്ക കോളേജുകളുടെയും ഗ്രൗണ്ടുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. 400-300 അടി നീളത്തിൽ കയറിട്ടാൽ ആ കയറിൽ കെട്ടി വലിക്കുന്ന പാരച്യൂട്ടിൽ കൂടി ഒരാളിന് പറന്നുയരാൻ കഴിയും. പക്ഷേ തലങ്ങും വിലങ്ങുമുള്ള പവർ ലൈനുകളും മറ്റ് അസൗകര്യങ്ങളും പലപ്പോഴും ഇതിനുള്ള അവസരം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഫുട്ബോൾ ഗ്രൗണ്ടും ക്രിക്കറ്റ് ഗ്രൗണ്ടും ഒക്കെ നമുക്ക് ധാരാളമുണ്ട്. പക്ഷേ അവയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടങ്ങളും മറ്റുള്ള അസൗകര്യങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും അപകടം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പാരാസെയിലിംഗ് നമുക്കിവിടെ പരാജയമാണ്. എന്നാൽ കേരളത്തിൻ്റെ വടക്കുള്ള മുഴപ്പിലങ്ങാട് ബീച്ചിൽ വളരെ ഭംഗിയായി കടലിൻ്റെ തീരത്ത് ഇത് ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പല പ്രാവശ്യം ഇത്തരം പ്രോഗ്രാം അവിടെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കേരള യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ നേതൃത്വത്തിൽ 2015 ഹരിപ്പാട് ആലപ്പുഴയിലാണ് ഈ പ്രോഗ്രാം നടത്തിയത്. അവിടെ നിന്നുള്ള ചില വീഡിയോ ദൃശ്യങ്ങളാണിത്. ബഹുമാനപ്പെട്ട മന്ത്രിമാരും MLA-മാരും MP-മാരും ഒക്കെ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല അന്നവിടെ സന്നിഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രോഗ്രാം നടത്തിയത്. യൂത്ത് വെൽഫെയർ ബോർഡാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തത്. ടെൻസിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ്ബാണ് ഇതിൻ്റെ സാങ്കേതിക സഹായവും മറ്റ് കാര്യങ്ങളും ചെയ്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ ഇതിന് അവസരമുണ്ടായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞ ആളുകൾ ധാരാളമായി വന്ന് പാരാഗ്ലൈഡിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. അഡ്വഞ്ചർ ടൂറിസം നമുക്ക് നടപ്പാക്കാവുന്നതാണ്. പക്ഷേ അനുകൂലമായ സാഹചര്യങ്ങൾ അവിടെ കുറഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ തടസ്സപ്പെടുന്നത്. നമുക്ക് ഇതിലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു.